ഞങ്ങളൊരു സ്ഥലം വരെ പോവാട്ടോ, അതെവിടെയാണെന്ന് എത്തിയിട്ട് പറയാം. എന്താണെന്നറിയില്ല, ഇന്ന് റോഡിലൊന്നും ഭയങ്കര ഒരു ട്രാഫിക് അങ്ങോട്ട് കിട്ടിയില്ല. എന്താണാവോ. ഇപ്പം നമ്മളിത് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തി. നമ്മളെവിടെയാ വന്നേന്ന് പറയുമോ? ഹലോ. സോ നമ്മൾ ഈ ഒരുങ്ങി കെട്ടി വന്നിട്ടുള്ളതാണ്. ഹലോ, നമ്മൾ ഈ ഒരുങ്ങി കെട്ടി വന്നിട്ട് നമ്മൾ എവിടെ വന്നതില്ലയാ? നമ്മളൊരു ഹാമിൽട്ടൺ കോക്ടെയിൽ ബാറിൽ. ഇവിടെ നമുക്ക് എന്തെല്ലാം കിട്ടും? ഫുഡ് കിട്ടും, കള്ള് കിട്ടും, ഓക്കെ, എല്ലാം കിട്ടും. അത് ഫ്രീ ഒന്നും പറയണ്ട. സോ ഞങ്ങള് ഇതേ അപർണ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഞങ്ങൾ ഈ ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നത് ഒരു കോക്ടെയിൽ ബാറിൽ ആണ് കേട്ടോ. ഏതാ സ്ഥലം? നമ്മൾ ഹാമിൽട്ടൺ കോക്ടെയിൽ ബാർ എന്ന സ്ഥലത്താണ് വന്നത്. ഇവിടെ അടിപൊളി ഫുഡും അടിപൊളി ഡ്രിങ്ക്സും കുറേ സ്റ്റാർട്ടേഴ്സും അങ്ങനെ പല പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്നത്. ഞാൻ പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ആംബിയൻസ് സോ ഗുഡ്, എല്ലാരും കൊള്ളാം. അതിൻ്റെ ഇടയിൽ കൂടെ അവള് വായി നോക്കാൻ പോയി. ഓക്കെ, സോ ഒരു വോഡ്കേൻ്റെ ലോഞ്ചിന് വന്നതാണ് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ, മോർ വിശേഷങ്ങൾ നമുക്ക് കാണാം. കയറി ചെന്നപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. ആംബിയൻസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അമാര പിങ്ക് വോഡ്ക കേട്ടോ. അപ്പോൾ അതിനെ അവിടെ എങ്ങനെ അവർ ഒരുക്കി ബോട്ടിൽസൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം വൈബൊക്കെ പൊളിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ വൈബ് അടിച്ച് പല ആംഗിളിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തകർത്തു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കലാപരിപാടിയായി കള്ളുകൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നേരെ ബാർ കൗണ്ടറിലേക്ക് വിട്ടു കേട്ടോ. അവിടെ പല തരത്തിലുള്ള പിങ്ക് കോക്ടെയിൽസൊക്കെ അവരിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പോണേ സേഫസ്റ്റ് ആയിട്ട് ഞാൻ ബാർടെൻഡറോട് തന്നെ ചോദിച്ചതിൽ ഏതാ ഓർഡർ ചെയ്യേണ്ടതെന്ന്. സംഭവം കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ഞാൻ എടുക്കാൻ പോയപ്പോഴത് മനസ്സിലായി എനിക്കല്ല, വേറെ ആളുടെ, അതിന് മുന്നേ ഓർഡർ ചെയ്ത ആളുടെയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കോക്ടെയിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ കോക്ടെയിൽ കേട്ടോ. നല്ല ലുക്കായിട്ടില്ലേ? കുടിച്ച് നോക്കുമ്പോൾ എന്താവോ എന്തോ. ഒറ്റയ്ക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവരുടെ കോക്ടെയിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ചേർസ് പറഞ്ഞു, ഒരു വട്ടമല്ല പലവട്ടം പറഞ്ഞു. പകുതി ഡ്രിങ്ക്സൊക്കെ തട്ടിക്കളഞ്ഞു അങ്ങനെ പറഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിത് നീറ്റായിട്ട് അടിച്ചു നോക്കും, അതായത് ഷോട്ട്സ് അടിപൊളിയാണ്. അപ്പോൾ അത് കുടിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ഷോട്ട്സൊക്കെ അടിച്ച് ഏകദേശം ഒരു തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് 4 കാലിൽ വീട്ടിൽ പോയി ഗൈസ്.